മുള്ളൂർക്കര വാഴക്കോട് മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുജിൻ ചേരുന്നു. സുജിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? മുള്ളൂർക്കര വാഴക്കോടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇന്ന് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. കാട്ടാന ഇറങ്ങി പ്രദേശത്തെ വാഴകളും അതുപോലെ തെങ്ങുകളും നശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി മുള്ളൂർക്കര വാഴക്കോട് പ്രദേശത്ത് ആന ഇറങ്ങിയത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഴാനി ഫോറസ്റ്റ് ഏരിയയിൽ നിരന്തരമായി എത്തിയിരുന്ന ആനയാണ്. ഇതിന് നാട്ടുകാർ വാഴക്കൊമ്പൻ എന്നൊക്കെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ വടക്കാഞ്ചേരി, വാഴാനി, മുള്ളൂർക്കര, ചേലക്കര പ്രദേശങ്ങളിൽ നിരന്തരമായി ഈ സമയങ്ങളിൽ ആന ഇറങ്ങുന്ന ഒരു പതിവ് ഉണ്ടായിരിക്കുകയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ നാട്ടുകാരിൽ ഇത് വളരെയധികം ഭയാശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരാനയാണോ അതിൽ കൂടുതൽ കൂട്ടങ്ങളായി വരുന്നുണ്ടോ എന്ന് നാട്ടുകാർക്ക് അറിയാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ആന ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതിന് യാതൊരു വിധത്തിലുള്ള സുരക്ഷയും അധികൃതർക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. എന്നിരുന്നാൽ കൂടി വാഴയും അതുപോലെ തന്നെ തെങ്ങുകളും നശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആനകൾ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്നത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ആന ഇറങ്ങിയത് മൂലം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വടക്കാഞ്ചേരി, വാഴാനി പ്രദേശത്ത് ഫോറസ്റ്റ് ഏരിയയിൽ നിരന്തരമായി ആനകളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ഇന്ന് പുലർച്ചെ മുള്ളൂർക്കര വാഴക്കോട് പ്രദേശത്താണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത്. ഒരുപാട് വാഴയും അതുപോലെ തന്നെ തെങ്ങുകളും ആന നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് കൂടുതലായി നൽകാൻ കഴിയുന്ന വിവരം. ശരി സുജിൽ, മുള്ളൂർക്കര വാഴക്കോട് മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരിക്കുകയാണ്. ആർക്കും തന്നെ ആളപായമോ മറ്റു പരിക്കുകളോ ഇല്ല. എന്നിരുന്നാലും തന്നെ ജനങ്ങളെല്ലാം കടുത്ത ആശങ്കയിലാണ്. തുടങ്ങിയ വിവരങ്ങളാണ് സുജിൽ അറിയിച്ചത്.